ഇവനെന്താടി ഇങ്ങനെ വരുന്നേ? എന്ത് പറ്റിയ ബിസിനസ്സുകാരാ? പോയ പോലെ അല്ലല്ലോ തിരിച്ചു വരവ്. എന്താ? ഓ, ഒരബദ്ധം പറ്റി. അത് പതുവുള്ളതല്ലേ. നമ്മളെ ടെൻഡർ പിടിക്കാൻ ഉദ്ദേശിച്ച് അവിടെ കൊടുത്തിരുന്നല്ലോ, അതല്ല കിട്ടിയത്. പിന്നെ എടീ, കാട്ടിലൊക്കെ പോയിട്ട് കൊതിനെ ഓടിക്കാൻ പുക വിടത്തില്ലേ, ആ പണിയാ നമുക്ക് കോൺട്രാക്ട് കിട്ടിയത്. അതങ്ങോട്ട് ചെയ്യണം. പോന്നേ ഇവിടുത്തെ ആ വേണുകൂട്ടിന് ഒപ്പിച്ചു വെച്ച പണിയാന്ന്. അവൻ എല്ലാത്തിനും കൂടെ ടെൻഡർ കൊടുത്തു. എന്നിട്ട് ഏറ്റവും റേറ്റ് കുറച്ച് വെച്ചതോ ഈ ആരും ഏറ്റെടുക്കാത്ത ഈ പുക അടിക്കുന്ന സാധനത്തിൽ. അവര് ഈ മുനിസിപ്പാലിറ്റിക്കാരുണ്ടോ, അവര് ഭയങ്കര ബുദ്ധിമാന്മാരാ. അവന്മാര് സ്ഥിരം അടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. കാര്യം എന്താ? നമ്മൾ ഏറ്റവും കുറച്ച് റേറ്റ് കൊടുത്തു, എന്നിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അതങ്ങ് ചെയ്യണം. അമ്മ അത് ചെയ്താലും ഇല്ലെങ്കിലും 50,000 രൂപ പോകുന്നു. 50,000 രൂപയോ? പറ്റില്ല എന്ന് പറയണം. പറ്റില്ല എന്ന് പറഞ്ഞാൽ അവര് കേസ് കൊടുക്കും. ആ കേസ് കൊടുക്കട്ടെടാ. അമ്മ ഞാൻ ജയിലിനകത്തായി പോവമ്മേ. എന്തോ അമ്മേ ഇത്? ഇനി ഈ നാട് മുഴുവൻ നടന്ന് പുക കഴിക്കാന്ന് വെച്ചോ. പൈസ വേണ്ടേ? കുറച്ച് പൈസ സഹായിക്കുവോ? ഞാനവിടെ നടന്നായിരുന്നു. പുഷ്പേ, 10 പൈസ ഞാൻ തരില്ല. നിങ്ങൾ തന്നെ പോയിട്ട് അടിക്ക്. കൊതുവിന് മരുന്നും അതും ഇതല്ലോ. അമ്മ എടാ, ഒരു കാര്യം ഞാൻ പറയാം. എനിക്കറിയാം. ഞാൻ പറയാം. പറ. നീ പുകയടിക്കാൻ പോകണ്ട, നിന്റെ അച്ഛന്റെ പേര് കളയരുത് എന്നല്ലേ അമ്മ പറയാൻ വന്നത്? അതല്ലടാ. പിന്നെ എടാ, നീ എന്തൊക്കെയാലും കൊതുകിന് പുകയടിക്കാൻ പോവല്ലേ, അപ്പൊ അതൊരു മുൻകരുതലെന്നോണം ഒരു തുണി എടുത്തേച്ച് മൂക്കിന് അങ്ങോട്ട് വലിച്ചു കെട്ടണം. അതിന് ഇവിടെ വല്ല ശ്വാസം മുട്ടുമ്പോ നീ വല്ല ആശുപത്രി കിടന്നാലേ അതിനും കൂടെ ഞാൻ പൈസ മുടക്കണം. എന്താ ഒരു ടെൻഷൻ? ഒന്നുമില്ല. മോളുടെ വല്ല പൈസ ഉണ്ടോ? എന്താ ഇടി, ആ മുനിസിപ്പാലിറ്റിയിൽ മറ്റേ കൊതു നിവാരണത്തിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുവല്ലയോ? കഴിഞ്ഞില്ലേ? അതെങ്ങനെ കഴിയാനാ? ഈ മുനിസിപ്പാലിറ്റി മുഴുവൻ ചെയ്യണ്ടേ? ഞാനേ 2 ഹിന്ദിക്കാരെ നിർത്തിയിരിക്കുക. 3 ദിവസത്തെ അവരുടെ പൈസ കൊടുക്കാണ്ട് 10,000 രൂപ എടുത്തുണ്ട്. നിന്റെ ഉണ്ടോ? പൈസ ഞാൻ തരാം, പക്ഷെ എനിക്ക് തിരിച്ചു തന്നെ. എടി മോളെ, ഞാൻ നിന്റെ അച്ഛനല്ലേ? അതൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ അന്ന് പറഞ്ഞ പരിപാടിയില്ലേ? എന്ത് പരിപാടി? ലൈവാ? ലിംഗസമത്വം. എന്ത് പറഞ്ഞ കാര്യം? എനിക്കൊരു ഓർമ്മയില്ല. ലൈവ് പരിപാടി. ഓ, നിന്റെ മറ്റേ യൂട്യൂബ് പരിപാടി. അതിന് അച്ഛൻ സമ്മതിക്കണം. നീ വല്ല കുഴപ്പമുണ്ടാവൂ? ഒരു കുഴപ്പമുണ്ടാവില്ല. എനിക്ക് നാട്ടിലൊക്കെ ഇറങ്ങി നടക്കേണ്ടതാ. അച്ഛൻ വൈറലാവുന്ന്. പൈസ തരുമല്ലോ? ഉറപ്പായിട്ടും. പക്ഷെ ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണം. ചെയ്യാം. ഓക്കേ? ഹലോ ഗൈസ്, ഞാൻ ഇന്നൊരു സർപ്രൈസ് കാണിച്ചു തരാം. ഇത് കണ്ടോ, അച്ഛനാണ് ഇന്ന് ഇവിടത്തെ എല്ലാ പണിയും ചെയ്യുന്നത്. ഒരു അച്ഛാ അച്ഛാ, കുറേ തുണികളുണ്ട് അലക്കാൻ. അച്ഛനാണ് ഇവിടുത്തെ എല്ലാ പണിയും ഏറ്റെടുത്തേ. ഞങ്ങള് എന്താ പറയാ, എല്ലാ പുരുഷന്മാർക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആവണം എന്ന് വിചാരിച്ചിട്ടാണ് അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നത്. അച്ഛൻ കമന്റ്സ് ഒക്കെ ഉണ്ട്. ലതാ പി അച്ഛൻ സൂപ്പറാണ്, മധു നീ സൂപ്പറാണ്, അച്ഛൻ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. കേട്ടാ?